ആരാധകരുടെ പ്രിയങ്കരിയാണ് സണ്ണി ലിയോൺ. പോൺ സിനിമാ ലോകത്തു നിന്നും ബോളിവുഡിലേക്ക് എത്തിയ സണ്ണിക്ക് തുടക്കത്തിൽ നേരിടേണ്ടി വന്നത് കടുത്ത വിമർശനങ്ങളും അവഗണനകളുമായിരുന്നു. തന്റെ ഭൂതകാലത്തിന്റെ പേരിൽ സിനിമാ ലോകത്തുനിന്ന് മാത്രമല്ല, സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ നിന്ന് പോലും സണ്ണിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇതൊന്നും സണ്ണിയെ തളർത്തിയില്ല. ബിഗ് ബോസിലൂടെയാണ് സണ്ണി ലിയോൺ ഇന്ത്യൻ ആരാധകരുടെ മനസ്സ് കവരുന്നത്. പിന്നീട് ജിസം 2 എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറി. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള സണ്ണി ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചു. മലയാളത്തിലും പിന്നീട് സണ്ണി ലിയോൺ എത്തി. മധുര രാജയിലൂടെ മലയാളത്തിലെത്തിയ സണ്ണി മലയാളത്തിലും നായികയായി മാറാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ. തമിഴിലും സണ്ണി ലിയോൺ നായികയായിട്ടുള്ള ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുകയാണ്. ഇന്ത്യയിൽ വേരുകളുള്ള കനേഡിയൻ സ്വദേശിനിയാണ് സണ്ണി ലിയോൺ. കാനഡയിലെ സാദിയയിലായിരുന്നു സണ്ണിയുടെ ജനനം. നിരന്തരമുള്ള യാത്രകൾ കാരണം സണ്ണി ലിയോണിന് സ്കൂൾ വിദ്യാഭ്യാസം സാധ്യമായിരുന്നില്ല. വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു സണ്ണി കൂടുതലും പഠിച്ചിരുന്നത്. മോഡലിംഗിലൂടെയാണ് സണ്ണി അശ്ലീല ചിത്രങ്ങളിലേക്ക് എത്തുന്നത്. താരത്തിന്റെ ഈ തീരുമാനത്തിന് കുടുംബം തുടക്കത്തിൽ എതിരായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സണ്ണിയുടെ സമ്പത്ത് 110 കോടിയോളം വരും. അഭിനയത്തിന് പുറമെ പരസ്യ ചിത്രങ്ങളിലൂടെയും സംഗീത വീഡിയോകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സണ്ണി ലിയോൺ വരുമാനം കണ്ടെത്തുന്നുണ്ട്. കെ എന്ന പേരിൽ സ്വന്തമായ ഒരു മേക്കപ്പ് ബ്രാൻഡും സണ്ണി ലിയോൺ ഉണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സണ്ണി ലിയോൺ വാങ്ങുന്നത് പ്രതിഫലം 2 കോടിയോളമാണ്. 1981 സണ്ണിയുടെ ജനനം. പഞ്ചാബി കുടുംബത്തിൽ ജനിച്ച സണ്ണി തന്റെ 11ാം വയസ്സിലാണ് അമേരിക്കയിൽ എത്തുന്നത്. കരൺജിത്ത് കൗർ ബോറ എന്നാണ് സണ്ണിയുടെ യഥാർത്ഥ പേര്. സണ്ണിയുടെ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. സഹോദരൻ സന്ദീപ് സിംഗ് ബോറ ഷെഫായി ജോലി ചെയ്യുകയാണ്. മുൻ പോൺ താരമായ ഡാനിയൽ വെബറാണ് സണ്ണിയുടെ ഭർത്താവ്. ലോസ് ആഞ്ചൽസിൽ 19 കോടിയുടെ വിലയുള്ള വലിയൊരു വീട് സണ്ണിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇവിടെയായിരുന്നു ലോക്ക്ഡൌൺ കാലത്ത് സണ്ണി കഴിഞ്ഞിരുന്നത്. 2011 സണ്ണി ലിയോൺ ബിഗ് ബോസിലെത്തുന്നത്. പിന്നാലെ ജിസം 2 ബോളിവുഡിലെത്തി. സണ്ണിയുടെ ബോളിവുഡ് പ്രവേശനം വലിയ വിവാദമായിരുന്നു. സണ്ണിക്കൊപ്പം അഭിനയിക്കാൻ പലരും വിസമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് തന്റെ വിമർശകരെ പോലും സണ്ണി ലിയോൺ ആരാധകരാക്കി മാറ്റുകയായിരുന്നു. ഓഫ് സ്ക്രീനിലെ സണ്ണിയുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളുമൊക്കെ ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. അവതാരകയായും സണ്ണി ലിയോൺ നിറസാന്നിധ്യമാണ്. MTVയിലെ സ്പ്ലിറ്റ്സ് വില്ലയുടെ അവതാരകയാണ് സണ്ണി. 3 മക്കളാണ് സണ്ണിക്കും ഡാനിയൽ വെബറിനുമുള്ളത്. സണ്ണിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മക്കളും ആരാധകർക്ക് സുപരിചിതരാണ്. 2003 സണ്ണി ലിയോൺ പോൺ ലോകത്തേക്ക് കടന്നു വരുന്നത്. അഭിനയിക്കുക മാത്രമല്ല, സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് താരം ഈ മേഖലയോട് വിട പറയുകയായിരുന്നു. തുടർന്നാണ് ബോളിവുഡിലേക്ക് എത്തുന്നത്.